ബലാത്സംഗ കേസിൽ റാപ്പർ വേടനായി ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു. വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ സർക്കുലർ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും. വിഷ്ണു, ഏത് നാട്ടിലേക്ക് ഇദ്ദേഹം കടക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്ന? ബലാത്സംഗ കേസിൽ കുറച്ച് ദിവസങ്ങളായി റാപ്പർ വേടൻ ഒടുവിലാണല്ലോ. അദ്ദേഹത്തെക്കുറിച്ച് വിവരങ്ങളൊന്നും പോലീസിന് കിട്ടിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേസ് രജിസ്റ്റർ ചെയ്ത് ഏകദേശം 2 ആഴ്ച പിന്നിടുന്നു. വേടനാകട്ടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അത് 18-ാം തീയതിയാണ് ഹൈക്കോടതി ആ കേസ് ഹർജി പരിഗണിക്കുക. അതിനിടയിൽ ഈ വേടനെ തേടിയുള്ള അന്വേഷണം പല കോണിലായി പോലീസ് നടത്തിയെങ്കിലും പക്ഷേ വേടനെ കണ്ടെത്താനായില്ല. വിദേശത്തേക്കടക്കം വേടൻ കടക്കാനുള്ളൊരു സാധ്യത പോലീസിന് മുൻപിലുണ്ട്. പ്രത്യേകിച്ച് വിദേശത്ത് പരിപാടികളൊക്കെ വേടന് ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ വിദേശത്തേക്ക് കടന്നാൽ പിന്നെ പിടികൂടുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതുകൊണ്ടാണ് എത്രയും അടിയന്തരമായി ലുക്കൌട്ട് സർക്കുലർ വിമാനത്താവളത്തിലേക്ക് കൈമാറിയിട്ടുള്ളത്. അത് ഇന്നലെയോടുകൂടിയാണ് ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ സർക്കുലർ കൈമാറിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കേസന്വേഷണം സമാന്തരമായി നടത്തുകയും ചെയ്യുന്നു. ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ള വേടന്റെ സുഹൃത്തുക്കളും പെൺകുട്ടികളുടെ സുഹൃത്തുക്കളുടെയും മൊഴിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. പ്രാഥമികമായി തന്നെ ഈ പെൺകുട്ടിയും വേടനും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പോലീസ് ശേഖരിക്കുകയും അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി വേടനെ കസ്റ്റഡിയിൽ എടുക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലൊക്കെ ഈ കേസിൽ അനിവാര്യമാണ്. പ്രത്യേകിച്ച് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത് വരെ വേടനെ തേടാതിരുന്നാൽ അത് വലിയ ആക്ഷേപം പോലീസിനുണ്ടാക്കും. ആ ഒരു പശ്ചാത്തലത്തിലാണ് വേടനെ പിടികൂടാനുള്ള ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. പക്ഷേ വേടൻ ഇപ്പോഴും എവിടെയാണെന്നുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല. വിദേശത്തേക്ക് കടക്കുമെന്ന സൂചന ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. എല്ലാ വഴിയും അടച്ച് വേടനെ പൂട്ടുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ പോലീസിന് ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.